ഹലോ ഡിയേഴ്സ്, ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആണ് കേട്ടോ. അതിലെ 9th ചാപ്റ്ററായ ഗാന്ധിജി ആൻഡ് ദ ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറഞ്ഞ ഈ ഭാഗത്തിന്റെ ബാക്കി ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ആ ജാലിയൻവാല മസാക്കറിന്റെ അതെല്ലാം നമ്മൾ പഠിച്ചു അല്ലേ. ഇനി എന്താ നമുക്ക് നോക്കാം കേട്ടോ. ദ വാലിയൻ ഉദ്ധം സിംഗ് എന്താണ്? ദ വാലിയൻ ഉദ്ധം സിംഗ് എന്ന് പറഞ്ഞാൽ ധീരനായ ഉദ്ധം സിംഗ് അല്ലെ. ആരാണ്? ഇതാണ് ഈ ചിത്രത്തിൽ കണ്ടില്ലേ, ഇയാളാണ് ഉദ്ധം സിംഗ് കേട്ടോ. ഇതാണ് ഉദ്ധം സിംഗ്. The young Udham Singh was a witness to the Jallianwala Bagh massacre. Years later, he went to England and shot dead Michael Dyer, who had ordered the massacre. Singh was executed on 31st July 1940. എന്താണ് ഈ ജാലിയൻവാല മസാക്കറിന്റെ എന്താണ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായിരുന്നു ബാലനായ ഉദ്ധം സിംഗ്. അന്ന് ഇയാൾ എന്താണ് ചെറിയ കുട്ടിയായിരുന്നു അല്ലെ. അപ്പം ഈ ജാലിയൻവാല ബാഗ് മസാക്കർ കണ്ടപ്പോ എന്താണ് അത് കണ്ട ആ ചെറിയൊരു കുട്ടിയായിരുന്നു എന്ത് ഈ ഉദ്ധം സിംഗ് അല്ലെ. അങ്ങനെ എന്താക്കി ഈ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഡയറിനെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്താണ് ഇംഗ്ലണ്ടിൽ ചെന്ന് വധിച്ചു, അയാളെ കൊന്നു അല്ലെ. ആരായിരുന്നു? ഈ ജാലിയൻവാല ബാഗ് മസാക്കറിന് ഓർഡർ കൊടുത്ത ആളാരായിരുന്നു? മൈക്കിൾ ഡയർ അല്ലെ. അയാളെ വർഷങ്ങൾക്ക് ശേഷം ഈ ഉദ്ധം സിംഗ് ഇംഗ്ലണ്ടിൽ പോയിട്ട് അയാളെ എന്താക്കി വധിച്ചു, കൊന്നു അല്ലെ. 1914 ജൂലൈ 31 എന്താക്കി ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി അല്ലെ. അപ്പൊ എന്താക്കി ഈ ഉദ്ധം സിംഗിനെ 1940 31 ജൂലൈയിൽ എന്താണ് ഈ വധശിക്ഷയ്ക്ക് വിധേയനാക്കി അല്ലെ. ഇതാണ് ഉദ്ധം സിംഗ് കേട്ടോ. പിന്നെ നോക്കൂ, ഖിലാഫത്ത് മൂവ്മെന്റ്. എന്താണ് ഖിലാഫത്ത് മൂവ്മെന്റ്? ദ സുപ്രീം ലീഡർ ഓഫ് ഉസ്മാനിയ ഓർ ദ ഒട്ടോമൻ എംപയർ ബേസ്ഡ് ഇൻ തുർക്കി വാസ് നോൺ ആസ് ദ കാലിഫ്. ദ കാലിഫ് വാസ് ഓൾസോ റിഗാർഡഡ് ആസ് ദ സ്പിരിച്വൽ ലീഡർ ഓഫ് മുസ്ലിംസ് ദ വേൾഡ് ഓവർ. ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വേൾഡ് വാർ, തുർക്കി joined the alliance opposing Britain. The Khilafat movement was formed to protest against the injustice done to the Caliph in the war by the British. The leaders of the Khilafat movement in India were Maulana Shaukat Ali and the Maulana Muhammad Ali. They are known as the Ali brothers. Gandhiji believed that the Khilafat movement would strengthen the solidarity formed among Hindus and Muslims during the anti-Rowlatt movement. He extended his full support and cooperation to the movement. He accepted the presidency of All India Khilafat Committee. Khilafat Day was observed all over India in 17th October 1990. ഇതാണ് എന്ത് മൗലാന ഷൗക്കത്ത് അലി ആൻഡ് മൗലാന മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ആൾക്കാരെ ചിത്രങ്ങളാണ് ഈ കാണുന്നത്. ഓക്കെ, എന്താണ് ഇവിടെ പറയുന്നത്? ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഖിലാഫത്ത് പ്രസ്ഥാനം അല്ലെ. ഈ തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ അല്ലെ. ഈ തുർക്കി എന്താണ് കേന്ദ്രമാക്കി ഭരണം നടത്തിയ ഉസ്മാനിയ എന്ന് പറഞ്ഞ ഓട്ടോമൻ അല്ലെ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി ഖലീഫ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവിടുത്തെ എന്താണ് ഭരണാധികാരികളെ ഖലീഫ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയായിരുന്നു ഈ ഖലീഫ. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയായിരുന്നു ആര്? ഖലീഫ. ഒന്നാം ലോക യുദ്ധത്തിൽ ബ്രിട്ടന്റെ എതിർ സംഖ്യത്തിലായിരുന്നു തുർക്കി സാമ്രാജ്യം. ഒന്നാം ലോക യുദ്ധത്തിൽ എന്താണ് ബ്രിട്ടന്റെ എതിർ സംഖ്യത്തിലായിരുന്നു ആര്? തുർക്കി സാമ്രാജ്യം. യുദ്ധത്തിൽ ഖലീഫയ്ക്ക് എതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ചാണ് എന്ത് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത്. യുദ്ധത്തിൽ ഖലീഫയ്ക്ക് എതിരായ ബ്രിട്ടീഷ് നടപടികളെ പ്രതിഷേധിച്ചാണ് എന്ത് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത് അല്ലെ. ഖലീഫയ്ക്ക് എതിരായിട്ട് ബ്രിട്ടീഷ് നടപടികളെ പ്രതിഷേധിച്ചാണ് എന്ത് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത്. അപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല അല്ലെ. യുദ്ധത്തില് ഈ ഖലീഫയ്ക്ക് എതിരായിട്ട് ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ചാണ് എന്ത് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കൾ മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയുമായിരുന്നു. ഇവർ അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്നു. എന്താണ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിലെ ഇന്ത്യയിലെ നേതാക്കൾ ആരായിരുന്നു? മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയുമായിരുന്നു അല്ലെ. അവരെ എന്താണ് അലി സഹോദരന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. റൗലത്ത് നിയമത്തിനെതിരെ വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ ഖിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു അല്ലെ. റൗലത്ത് നിയമത്തിനെതിരായി വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം എന്താണ് ദൃഢമാക്കാൻ സ്ട്രോങ് ആക്കാൻ എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പൂർണ്ണ പിന്തുണയും സഹകരണവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു അല്ലെ. ഇതെന്താണ്
ഈ ഗാന്ധിജി എന്താക്കി believed that the Khilafat movement would strengthen the solidarity formed among Hindus and Muslims during the anti-Rowlatt Act movement. He extended his full support and cooperation to the movement. അല്ലെ എന്താണ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് അദ്ദേഹം എന്താണ് പ്രസ്ഥാനത്തിന് പൂർണ്ണ പിന്തുണയും സഹകരണവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു അല്ലെ. പിന്നെന്താണ് പറഞ്ഞത് he accepted the presidency of all India Khilafat Committee അല്ലെ. പിന്നെന്താണ് ഈ അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവി ഗാന്ധിജി ഏറ്റെടുത്തു. ഖിലാഫത്ത് ഡേ വാസ് ഒബ്സർവ്ഡ് ഓൾ ഓവർ ഇന്ത്യ ഇൻ 17th October 1990 അല്ലെ. എന്താണ് 1919 ഒക്ടോബർ 17 ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചു. ഓക്കെ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് മോട്ടിവേറ്റഡ് ഗാന്ധിജി ടു എക്സ്റ്റെൻഡ് ഹിസ് സപ്പോർട്ട് ടു ദ ആക്ടിവിറ്റീസ് ഓഫ് ഖിലാഫത്ത് മൂവ്മെന്റ്? പ്രിപ്പയർ എ നോട്ട്. എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സജീവ പിന്തുണ നൽകാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ഘടകങ്ങൾ ഏതെല്ലാം, അത് നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം എന്താണ് നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ്. നിസ്സഹകരണ പ്രസ്ഥാനം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, ദ നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് വാസ് എ മാസ് പ്രൊട്ടസ്റ്റ് കണ്ടക്ടഡ് ബൈ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമായിരുന്നത് നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ്. It was a special session of the Indian National Congress held at Calcutta in 1920 that approved the non-cooperation movement. എന്താണ് 1920 കൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനമാണ് ഈ നോൺ കോഓപ്പറേഷൻ സമരത്തിന് അംഗീകാരം നൽകിയത്. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്, 1920 കൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനമാണ് എന്ത് ഈ നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റിന് അംഗീകാരം നൽകിയത്. ഓക്കെ, then in his letter to the viceroy heralding the non cooperation movement, Gandhiji asserted the right recognized from time immemorial of the subject to refuse to assist a ruler who misrules. എന്താണ് ഈ നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റിന് മുന്നോടിയായിട്ട് ഗാന്ധിജി എന്താക്കി ഈ വൈസ്രോയ്ക്ക് ഒരു കത്ത് എഴുതി അല്ലെ. എന്താണ് ആ കത്തിൽ ഉണ്ടായിരുന്നത്, ഫ്രം ടൈം ഇമ്മെമ്മോറിയൽ ഓഫ് ദ സബ്ജക്ട് ടു റിഫ്യൂസ് ടു അസിസ്റ്റ് എ റൂളർ ഹൂ മിസ്റൂൾസ്. എന്താണ് ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് അല്ലെ. എന്താണ് പറഞ്ഞത്, ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പണ്ട് മുതലേ പ്രജകൾക്ക് എന്താണ് അവകാശമുണ്ട് എന്നാണ് എന്താണ് വൈസ്രോയ്ക്ക് കത്ത് എഴുതിയത് അല്ലെ ഗാന്ധിജി. ഫ്രം ടൈം ഇമ്മെമ്മോറിയൽ ഓഫ് ദ സബ്ജക്ട് ടു റിഫ്യൂസ് ടു അസിസ്റ്റ് എ റൂളർ ഹൂ മിസ്റൂൾസ്. ഇതാണ് ഗാന്ധിജി വൈസ്രോയ്ക്ക് കത്ത് എഴുതിയത് കേട്ടോ. The non-cooperation movement was carried out at 2 levels, by boycotting and through കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ്. എന്താണ് ഈ നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് 2 തരം കർമ്മ പരിപാടികളാണ് ഉണ്ടായിരുന്നത് അല്ലെ, അധിഷ്ഠിതമായിരുന്നത് അല്ലെ. ഒന്ന് ബോയ്ക്കോട്ടിങ് അല്ലെ, പിന്നെ എന്താണ് അടുത്തത് ബൈ ബോയ്ക്കോട്ടിങ് ഒന്ന്, രണ്ടാമത്തെ ത്രൂ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം. എന്താണ് ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങളുമായിരുന്നു അവ അല്ലെ. അപ്പൊ നോൺ കോഓപ്പറേഷൻ ആൻഡ് നോൺ കോഓപ്പറേറ്റീവ് അജിറ്റേഷൻ സ്ട്രാറ്റജീസ് അല്ലെ. ഇവിടെ നോക്കിയേ, നോൺ കോഓപ്പറേറ്റീവ് അജിറ്റേഷൻ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഒന്ന് ബോയ്ക്കോട്ടും ഒന്ന് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് അല്ലെ. അപ്പൊ ഈ ബോയ്ക്കോട്ടിൽ പെട്ട എന്തൊക്കെയാ, ബഹിഷ്കരണത്തിൽ ബഹിഷ്കരണം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക അല്ലെ. ഇതിൽ പെട്ടത് എന്താണ് നോക്കൂ, ബോയ്ക്കോട്ടിങ് ഫോറിൻ ക്ലോത്ത്സ് അല്ലെ. എന്താണ് വിദേശ വസ്ത്രം ബഹിഷ്കരിക്കുക. അപ്പൊ എന്താണ് നമ്മൾ വിദേശ വസ്ത്രം ഒന്നും ഇടൂല എന്നുള്ളതിൽ അവരോട് വാങ്ങൂല എന്നുള്ളതിൽ എന്താണ് ബഹിഷ്കരിക്കുക അല്ലെ. പിന്നെ എന്താണ് റിസൈനിങ് ജോബ്സ് ആൻഡ് റിനൗൺസിങ് ഹോണേഴ്സ്. എന്താണ് പദവികൾ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കുക അല്ലെ. എന്താണ് അവർക്ക് എന്താണ് കൊടുത്ത പദവിയും പിന്നെ അവർ എന്താണ് അവിടെ നിന്നുള്ള ഉദ്യോഗവും ഒക്കെ എന്താക്കുക ഈ ഉപേക്ഷിക്കുക, ഒഴിവാക്കുക. നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ്, പിന്നെയോ ടാക്സ് നിഷേധിക്കുക അല്ലെ. എന്താണ് ടാക്സ് തരൂല എന്ന് പറയാം അല്ലെ, ടാക്സ് അതായത് അടയ്ക്കൂല എന്നുള്ളതിലാക്കുക. പിന്നെന്താണ് ബോയ്ക്കോട്ടിങ് കോഡ്സ്, എന്താണ് കോടതി ബഹിഷ്കരണം അല്ലെ, കോടതിയും ബഹിഷ്കരിക്കുക ഒന്ന് അല്ലെ. ബോയ്ക്കോട്ടിന്റെ അതിൽപ്പെട്ടതാണ് ഇതൊക്കെ അല്ലെ. ഇനി എന്താണ് നോൺ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സ്ട്രാറ്റജീസിന്റെ രണ്ടാമത്തെ എന്താ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് അല്ലെ. അത് ഏതൊക്കെയാണ് നോക്കൂ, ഹിന്ദു മുസ്ലിം യൂണിറ്റി അല്ലെ, ഹിന്ദു മുസ്ലിം ഐക്യം. പിന്നെന്താണ് പോപ്പുലറൈസേഷൻ ഓഫ് ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം അല്ലെ. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഖാദി പ്രസ്ഥാനം എന്താണ് ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം അല്ലെ. പിന്നെന്താ ഇറാഡിക്കേഷൻ ഓഫ് അൺടച്ചബിലിറ്റി, എന്താണ് അയിത്തോച്ചാടനം അല്ലെ.
എന്താണ് തൊട്ടുതുടായ്മയോടൊക്കെയുള്ള എന്താണ് അയിത്തോച്ചാടനം അല്ലെ. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നാഷണൽ സ്കൂൾസ് എന്താണ് ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക അല്ലെ. നമ്മുടെ നാട്ടിൽ തന്നെ നാട്ടിലെ സ്കൂൾ തന്നെ സ്ഥാപിക്കുക. ഇതൊക്കെയാണ് എന്ത് ഈ നോൺ കോപ്പറേഷൻ എഡ്യൂക്കേഷൻ സ്ട്രാറ്റജീസിൽ പെട്ട കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് അല്ലെ. ഐഡന്റിഫൈ ദ സർക്കംസ്റ്റൻസ് ദാറ്റ് ടേൺ ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്സ് ഇൻടു എ മാസ് മൂവ്മെന്റ്. എന്താണ് ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഒരു ബഹുജന സമരമായി അല്ലെ ഒരു മാസ് മൂവ്മെന്റ് ആയി മാറാനുള്ള സാഹചര്യങ്ങൾ എന്തെല്ലാം? അത് എന്താ prepare a placards incorporating the ideas related to the non-cooperation movements. നിസ്സഹകരണ അതായത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആയി ബന്ധപ്പെട്ട് ഈ നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പ്ലക്കാർഡുകൾ നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ലെറ്റ് us see what happened in Kerala when such protest and movement were being organized all over the country. എന്താണ് രാജ്യമെമ്പാടും അല്ലെ ഓൾ ഓവർ ദ കൺട്രി എന്താ ഇത്തരത്തിലുള്ള സമരങ്ങൾ രൂപപ്പെട്ടപ്പോൾ കേരളത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പരിശോധിക്കാം അല്ലെ. ഈ രാജ്യമെമ്പാടും എന്താണ് ഇത്തരത്തിലുള്ള ഒരുപാട് സമരങ്ങൾ രൂപപ്പെട്ടു അല്ലെ. അപ്പൊ കേരളത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കൂ. മലബാർ റിബല്യൻ എന്താണ് മലബാർ കലാപം അല്ലെ. മലബാർ കലാപമാണ് ഇട്ടത്. ദ മലബാർ റിബല്യൻ ഇൻ 1921 was a remarkable anti-British rebellion in Kerala. The tenants of Malabar faced several acts of injustice from the landlords like eviction from agricultural land, imposition of heavy taxes, and unaffordable share of the net agricultural produce. Part. The British officials supported such actions of the landlords. This coincided with the non-cooperation movement and the Khilafat movement becoming active in Kerala. Gandhiji visited Kerala with Maulana Shaukat Ali. എന്താണ് കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നായിരുന്നു എന്ത് 1921 മലബാർ കലാപം അല്ലെ. മലബാർ റിബല്യൻ അല്ലെ. ആന്റി ബ്രിട്ടീഷ് റിബല്യൻ ഇൻ കേരള അല്ലെ. എന്താണ് കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നായിരുന്നു എന്ത് 1921 മലബാർ റിബല്യൻ. ഓക്കെ, മലബാർ കലാപം എന്ന് പറയില്ലേ. The tenants of Malabar faced several acts of injustice from the landlords like eviction from agricultural land, imposition of heavy taxes, and unaffordable share of the net agricultural produce. പാട്ടം എന്താണ് ഇവിടെ അന്യായമായ നികുതി പിരിവ്, ഉയർന്ന പാട്ടം തുടങ്ങിയ ദ്രോഹ നടപടികൾ ജന്മിമാരിൽ നിന്ന് മലബാറിലെ കർഷകർ നേരിട്ടു അല്ലെ. ജന്മിമാരുടെ കർഷകോദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ എന്താക്കി ഈ പിന്തുണ നൽകി. ഈ സമയത്താണ് എന്ത് കേരളത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും സജീവമായത്. ഗാന്ധിജി മൗലാന ഷൗക്കത്ത് അലിയും ഒന്നിച്ച് കേരളം സന്ദർശിച്ച ടൈമില് ഇവിടെയാണ് ഗാന്ധിജി വിസിറ്റഡ് കേരള വിത്ത് മൗലാന ഷൗക്കത്ത് അലി അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എന്താണ് ഈ കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നായിരുന്നു എന്ത് 1921 മലബാർ കലാപം അല്ലെ. അപ്പൊ എന്താണ് അവിടെ അന്നുണ്ടായിരുന്ന എന്താണ് ഈ കുടിയൊഴിപ്പിക്കുക, അന്യായമായി നികുതി പിരിവ്, ഉയർന്ന പാട്ടം തുടങ്ങിയ ദ്രോഹ നടപടികൾ ജന്മിമാരിൽ നിന്ന് മലബാറിലെ കർഷകർ നേരിട്ടു അല്ലെ. അപ്പൊ എന്താണ് ഉയർന്ന പാട്ടം തുടങ്ങിയ ദ്രോഹ നടപടികൾ എന്താണ് ഈ ജന്മിമാരിൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ വലിയ അറിയാലോ ലാൻഡ് ലോഡ്സ് അല്ലെ. അവരാണ് എന്താക്കുന്നത് കൃഷി ചെയ്യുന്നതും പണിക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കുക ഒക്കെ ചെയ്യൂലേ. അപ്പൊ എന്താണ് അവർക്ക് ഇത് കൊടുക്കൂല അല്ലെ. എന്താണ് കൂലി കൊടുക്കൂല. പിന്നെ അവരെന്താക്കും കുടിയൊഴിപ്പിക്കുക, അങ്ങനെ ഉയർന്ന പാട്ടം തുടങ്ങിയ ഒരുപാട് ദ്രോഹ നടപടികൾ എന്താക്കി ഈ ജന്മിമാരിൽ നിന്ന് എന്താണ് മലബാറിലെ കർഷകർ നേരിട്ടു അല്ലെ. ജന്മിമാരുടെ ഈ കർഷക ദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ പിന്തുണ നൽകി അല്ലെ. ഈ ജന്മിമാരുടെ ഈ കർഷകരെ എല്ലാം ദ്രോഹിക്കുകയാണല്ലോ പാട്ട് ചെയ്യുന്നത്. അതിനെന്താക്കി ഈ ബ്രിട്ടീഷുകാർ എന്താക്കി പിന്തുണ നൽകി അല്ലെ. ഈ സമയത്താണ് എന്ത് കേരളത്തിൽ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റും ഖിലാഫത്ത് പ്രസ്ഥാനവും സജീവമായത് അല്ലെ. ഗാന്ധിജി എന്താക്കി മൗലാന ഷൗക്കത്ത് അലിന്റെ കൂട്ടത്തില് കേരളം സന്ദർശിച്ചു അല്ലെ. അയാൾ ഒന്നിച്ച് ഈ കേരളം സന്ദർശിച്ചു. ഓക്കെ, ദ ഖിലാഫത്ത് മൂവ്മെന്റ് ആൻഡ് ദ ആനുവൽ കോൺഗ്രസ് സെഷൻ അറ്റ് മഞ്ചേരി ഇൻ 1920 created an awakening among the farmers. Majority of the farmers were Mapilas, Muslims. At the peak of the anti-British and landlords' resentment, the people detained the police, who arrived to arrest Vadakke Veetil Muhammad and then secretary of the
Pukotur Khilafat Committee. There also spread a rumor that Ali Musliar, a leader of the Khilafat movement, was arrested. It led to the outbreak of rebellion in the taluks of Eranadu, Valluvanadu and Ponnani. The rebels were also furious at the landlords who assisted the British. The leaders Ali Musliar and the Varian Kunnathu Kunyahmad Haji were executed by the British. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഖിലാഫത്ത് പ്രസ്ഥാനവും 1920 മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും കർഷകരിൽ പുതിയ ഉണർവ് സൃഷ്ടിച്ചു. കർഷകരിൽ അധികവും എന്തായിരുന്നു? മാപ്പിളമാർ, മുസ്ലിങ്ങളായിരുന്നു. കർഷകരിൽ അധികം എന്താണ്? മുസ്ലിങ്ങളായിരുന്നു അല്ലെ. ഈ ഖിലാഫത്ത് പ്രസ്ഥാനം 1920 മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം ഒക്കെ എന്താക്കി? ഈ കർഷകരിൽ പുതിയ ഉണർവ് സൃഷ്ടിച്ചു അല്ലെ. കർഷകരിൽ അധികം എന്തായിരുന്നു? മുസ്ലിങ്ങളായിരുന്നു അല്ലെ. ബ്രിട്ടീഷ് മറ്റവരും ഉണ്ട് അല്ലെ, അല്ലാത്ത ഇതുണ്ട്, അധികവും മുസ്ലിങ്ങളായിരുന്നു അല്ലെ. ബ്രിട്ടീഷുകാരോടും ജന്മിമാരോടുമുള്ള എതിർപ്പ് കർഷകർക്കിടയിൽ രൂക്ഷമായി നിൽക്കവേ പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ എത്തിയ പോലീസിനെ ജനങ്ങൾ തടഞ്ഞു. എന്താണ്? ഈ ബ്രിട്ടീഷുകാരോടും ജന്മിമാരോടുമുള്ള എതിർപ്പ് കർഷകർക്കിടയിൽ രൂക്ഷമായി നിൽക്കവേ അല്ലെ പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ എത്തിയ പോലീസിനെ ജനങ്ങൾ തടഞ്ഞു. ഖിലാഫത്ത് നേതാവായിരുന്ന ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്തയും പറഞ്ഞില്ലേ. ഖിലാഫത്ത് നേതാവായിരുന്ന ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ തെറ്റായ വാർത്തയും പറഞ്ഞില്ലേ. ഇതോടെ മലബാറിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിൽ കലാപം തുടങ്ങി. ബ്രിട്ടീഷുകാരുടെ സഹായികളായി പ്രവർത്തിച്ച ജന്മിമാർക്കെതിരെയും കലാപകാരികളുടെ രോഷം ആളിക്കത്തില്ലേ. എന്താണ്? ബ്രിട്ടീഷുകാരുടെ സഹായികളായി പ്രവർത്തിച്ച ജന്മിമാർക്കെതിരെയും എന്താ ഈ കലാപകാരികളുടെ രോഷം ആളിക്കത്തി. കലാപത്തിന് നേതൃത്വം നൽകിയ ആലി മുസ്ലിയാർ, വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങിയവരെ ബ്രിട്ടീഷ് വധിച്ചു അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ ജന്മിമാരാണ് അല്ലെ, ജന്മിമാര് ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു. ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് ബ്രിട്ടീഷുകാർ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെ. അപ്പൊ അതിനെതിരെ നടന്ന യുദ്ധമാണ് എന്ത്? ഈ മലബാർ കലാപം അല്ലെ. അപ്പം അന്ന് എന്താണ്? ഈ ബ്രിട്ടീഷുകാരുടെ സഹായികളായി പ്രവർത്തിച്ച ജന്മിമാർക്കെതിരെയും കലാപകാരിയുടെ രോഷം ആളിക്കത്തി. കലാപത്തിന് നേതൃത്വം നൽകിയ ആലി മുസ്ലിയാരെയും വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങിയവരെയും ബ്രിട്ടീഷുകാർ വധിച്ചു അല്ലെ. ഇനി നോക്കൂ, എന്താണ് വാഗൺ ട്രാജഡി? എന്താണ് വാഗൺ ട്രാജഡി? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, വാഗൺ കൂട്ടക്കൊല എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെ. എന്താണ് വാഗൺ കൂട്ടക്കൊല ട്രാജഡി? എന്താ നോക്കാം നമുക്ക് അല്ലെ. Around 19 fighters who had been arrested in the Mappila rebellion were dispatched to Coimbatore from Tirur railway station, stuffed into a freight goods wagon. Gasping for air, they clawed at each other in tormenting agony. By the time the wagon reached Podanur near Coimbatore, 72 had died and the rest were struggling to stay alive. This inhuman event that happened on 10th November 1921 is known as the wagon tragedy. The British brutally suppressed the mass movement against landlordism and the unjust administration. എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയേ. കണ്ടില്ലേ ചിത്രത്തില്? ട്രെയിനില് കുറെ മൃതദേഹങ്ങളാണ് അല്ലെ. എന്താണ്? മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 90ഓളം കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗുഡ്സ് വാഗണിൽ, ചരക്ക് തീവണ്ടിയിൽ കുത്തി നിറച്ചിട്ട് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി അല്ലെ. വായു കടക്കാത്ത തീവണ്ടി മുറിയിൽ അവർ പ്രാണന് വേണ്ടി പിടഞ്ഞു. മരണവെപ്രാളത്തിൽ അന്യോന്യം മാന്തി പറിക്കാൻ തുടങ്ങി. തീവണ്ടി കോയമ്പത്തൂരിനടുത്ത് പോത്തന്നൂരിൽ എത്തി. വാഗൺ തുറന്നു നോക്കിയപ്പോൾ എന്താ? 72 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു അല്ലെ. 90ഓളം കലാപകാരികളെയാണ് എന്താക്കിയത്? ഈ ഗുഡ്സിൽ കയറ്റി വിട്ടത് അല്ലെ. അതില് 72 ആൾക്കാർക്ക് എന്താ? ജീവൻ നഷ്ടപ്പെട്ടിരുന്നു അല്ലെ. അവശേഷിച്ചവരായിക്കട്ടെ മരണത്തോട് മല്ലടിക്കുകയായിരുന്നു അല്ലെ. ശ്വാസം കിട്ടാത്തൊരു എന്താ ചരക്ക് വണ്ടിയിലാണ് അവരെ കുത്തി നിറച്ച് കൊണ്ടുപോയത് അല്ലെ. അപ്പൊ എന്താണ്? ആ സ്ഥലത്ത് എത്തിയ ഒരു വാഗൺ തുറന്നപ്പോൾ ഈ 72 പേര് മരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ബാക്കിയുള്ളവരെന്താണ്? മരണത്തോട് മല്ലടിക്കുകയായിരുന്നു. 1921 നവംബർ 10 നടന്ന ഈ ദാരുണ സംഭവമാണ് വാഗൺ കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത്. Okay, this inhuman event that happened on 10th November 1921 is known as the wagon tragedy. Okay. ജന്മിത്വത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനും എതിരായി ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം ക്രൂരമായ മർദ്ദനത്തിലൂടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അടിച്ചമർത്തി. എന്താണ്? The British brutally suppressed the mass movement against landlordism and unjust administration. എന്താണ് ഇവിടെ? ജന്മിത്വത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനും എതിരായി ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം ക്രൂരമായ മർദ്ദനത്തിലൂടെയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് അടിച്ചമർത്തിയത്.
The Wagon Tragedy and Illustration. എന്താണ് വാഗൺ കൂട്ടക്കൊല ചിത്രകാരന്റെ ഭാവനയിൽ അല്ലേ? The British government brutally suppressed the struggles for freedom, analyzed the movement in the backdrop of the Malabar rebellion and prepare a note on it. Prepare a caricature of the Wagon Tragedy. എന്താണ് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ക്രൂരമായ രീതിയിലാണ് നേരിട്ടത് അല്ലേ? മലബാർ കലാപത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. വാഗൺ കൂട്ടക്കൊലയുടെ നിശ്ചല ദൃശ്യം തയ്യാറാക്കുക. The Malabar rebellion is an amalgamation of the present struggles and the Khilafat movement. Evaluate. കർഷക സമരങ്ങളുടെയും ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെയും കൂടിച്ചേരലാണ് എന്ത് മലബാർ കലാപം. വിലയിരുത്തുക. നോക്കൂ. Complete the table given below. എന്താണ് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. പിക്ചേഴ്സ് എന്താണ് ഈ ചിത്രങ്ങളുടെ എന്ത് ഇവന്റ്സ് ആണ്, എന്താണ് സംഭവം? ജാലിയൻ വാലാബാഗ് മസാക്കർ അല്ലെ. കീ പോയിന്റ്സ്, അതിന്റെ പ്രധാന വിവരങ്ങൾ എന്താണ്? 1919 സംഭവിച്ചിരിക്കുന്നത്. പിന്നെന്താ അമൃത്സർ ഇൻ പഞ്ചാബിലാണ് അത് അല്ലെ. പഞ്ചാബിലെ അമൃത്സറിലാണ് പ്രൊട്ടസ്റ്റ് അഗേൻസ്റ്റ് റൗലത്ത് ആക്ട് അല്ലെ. റൗലത്ത് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് അല്ലെ. പിന്നെ നിങ്ങൾക്ക് അതിനെ കുറിച്ച് എന്തൊക്കെ പോയിന്റ് ഉണ്ട് അതോടെ എഴുതുക കേട്ടോ. പിന്നെ ഇതെന്താണ്? ഇത് വാഗൺ ട്രാജഡി അല്ലെ. ഇവന്റ്സ് എന്താണ് കീ പോയിന്റ്സ്, അതിലുള്ള ഏത് വർഷമാണെന്ന് എഴുതുക, എവിടെയാണെന്ന് എഴുതുക, എന്തിനാന്നുള്ളതും ഒക്കെ ഇവിടെ എഴുതുക കേട്ടോ. ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ടീച്ചർ ഒക്കെ പറഞ്ഞു തന്നില്ലേ. അപ്പൊ നിങ്ങൾ അത് ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പൊ നിങ്ങൾ നന്നായി എന്താക്കുക, മനസ്സിലാക്കുക, പഠിക്കുക കേട്ടോ. നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ ഇന്ത്യയിൽ നടന്ന സംഭവങ്ങളാണ് അല്ലെ. ഇത്രയും കഷ്ടപ്പെട്ട് ആൾക്കാർ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അന്നത്തെ ആൾക്കാരില്ലേ. അതിനുശേഷമാണ് നമുക്ക് 1947 ഓഗസ്റ്റ് 15 എന്താ കിട്ടിയത്? സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലെ. അപ്പൊ അവരുടെ ഈ ധീരമായ പോരാട്ടമൊന്നും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്താക്കുക, എപ്പോഴും അത് ഓർക്കുക. ഓക്കെ. അപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പം ടീച്ചർ അടുത്ത വീഡിയോ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. താങ്ക് യു.